അപ്പം സുഹൃത്തുക്കളെ, നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റൊക്കെ ചെയ്ത് നമ്മളെ ഇമേജസും നല്ല ട്രാൻസിഷൻസൊക്കെ ആഡ് ചെയ്തു, നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തു, നല്ലൊരു വീഡിയോ ആക്കി മാറ്റിയില്ലേ നമ്മൾ. അങ്ങനെ കുറേ നമ്മളുടെ വീഡിയോന് ശേഷം നമ്മൾ നല്ലൊരു വീഡിയോ ആക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, എഫക്ട്സും നമ്മളുടെ ട്രാൻസിഷൻസും മ്യൂസിക്കും നമ്മളുടെ ഓഡിയോ ഒക്കെ കൂട്ടിനടുത്ത് കുറച്ചെന്നെ കുറച്ചു, ഇമേജസ് ആഡ് ചെയ്ത്, ഗ്രാഫിക്സ് ആഡ് ചെയ്ത് അല്ലേ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് ഈ പ്രൊജക്റ്റിനെ ഒരു വീഡിയോ ആക്കി മാറ്റണ്ടേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ പ്രൊജക്റ്റ് വീഡിയോ ആക്കി മാറ്റാമെന്നാണ്. അപ്പോൾ എല്ലാവർക്കും അഡോബ് പ്രീമിയർ പ്രോയുടെ മറ്റൊരു പാർട്ടിലോട്ട് സ്വാഗതം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവിടെ നമ്മളെ പ്രൊജക്റ്റ് സീക്വൻസൊക്കെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു, നമ്മൾ എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മളിങ്ങനെ സീക്വൻസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവത്തിന് നമുക്ക് വീഡിയോ ആക്കി മാറ്റണം അല്ലേ. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ കമ്പ്യൂട്ടർ, അതായത് വിൻഡോസ് കമ്പ്യൂട്ടറാണ് ഉപയോഗിക്കുന്നതിൽ ഷോർട്ട് കട്ട് Ctrl+M ആണ്. മാക് ആണെങ്കിൽ ഉപയോഗിക്കേണ്ടത് Command+M ആണ്. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു പുതിയ വിൻഡോ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അതല്ല, വേറൊരു ഓപ്ഷൻ ഉള്ളത്, ഫയലിൽ പോവുക, എന്നിട്ട് ഇവിടെ എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കാണും, ഇവിടെ പോയിട്ട് മീഡിയ. ഓക്കെ, അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സീക്വൻസിൻ്റെ ഡ്യൂറേഷൻ, ഓക്കെ, ഇവിടെ 0 മുതൽ 28 സെക്കൻഡാണ് നമ്മൾ ഉണ്ടാക്കിയ വീഡിയോയുടെ ഡ്യൂറേഷൻ. ഓക്കെ, പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എക്സ്പോർട്ട് സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു സെറ്റിങ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഉള്ളത് ഏതാണ് ഇതിൻ്റെ ഫോർമാറ്റ്, എൻകോഡിംഗ് ആണ് ഇവിടെ ഉള്ളത്. H24 നല്ല എൻകോഡിംഗ് ആണ്. മാച്ച് ബിറ്റ് റേറ്റ് ഹൈ ബിറ്റ് റേറ്റ് എന്ന്, മാച്ച് സോഴ്സ് ഹൈ ബിറ്റ് റേറ്റ് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോയുടെ ഏകദേശം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സീക്വൻസിൻ്റെ, ഇപ്പം ഞാൻ 1080p ഇത് ഉണ്ടാക്കിയത്. ഇവിടെ നോക്കി ഔട്ട്പുട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 1080p. ഓക്കെ, ഇതിലാണ് ഞാൻ വീഡിയോ, അതായത് ഇതിലുള്ള വീഡിയോസൊക്കെ ഞാൻ ഇമ്പോർട്ട് ചെയ്യുമ്പോഴും അത് 1080p ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൽ നമുക്ക് വേണ്ടത് പിന്നെ ഔട്ട്പുട്ട് നെയിമാണ്. വേണമെങ്കിൽ നമുക്ക് ആ പേര് നമുക്ക് മാറ്റിയിട്ട് കീന്നോ അല്ലെങ്കിൽ കാർസ് എന്നൊക്കെ ആക്കാം. ഓക്കെ, സേവ് കൊടുത്തു. ഇനി കമൻറ്റ് കാർസ് വീഡിയോ എന്നുള്ളത് നമുക്ക് കൊടുക്കാം. ഇനി എക്സ്പോർട്ട് സെറ്റിങ്സ് ഞാൻ ഒന്ന് ഇവിടെ സമ്മറി കാണാം, നമ്മൾ ആ ഔട്ട്പുട്ടിൻ്റെ എത്ര സെക്കൻഡ് ഉണ്ട് എന്നുള്ളതൊക്കെ, 50 frames per second. ഇനി എക്സ്പോർട്ട് സെറ്റിങ്സ് ഞാൻ കുറച്ചു. ഇനി ഇവിടെ പോയിട്ട് വീഡിയോ എന്നുള്ളതിൽ നോക്കാം. ഓക്കെ, വീഡിയോ എന്നുള്ള ബേസിക് വീഡിയോ സെറ്റിങ്സ് നോക്കിക്കണ്ട, ഇവിടെ വിഡ്ത്തും ഹൈറ്റും കൊടുത്തിട്ടുണ്ടല്ലോ. നമ്മൾ 1080p 1920 1080. ഓക്കെ, മാച്ച് സോഴ്സ്, ഇവിടെ എൻകോഡിംഗ് സെറ്റിങ്സ് ഉണ്ട്, ബിറ്റ് റേറ്റ് സെറ്റിങ്സ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ കാണുന്നില്ലേ, നമ്മളെ താഴെ വന്നപ്പോൾ നിങ്ങളുടെ എസ്റ്റിമേറ്റഡ് ഫയൽ സൈസ് എന്ന് പറയുന്നുണ്ട് 35 MB ആണ്. അപ്പം ഫയൽ സൈസൊക്കെ വളരെ കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇവിടെ ഒന്ന് ടാർഗറ്റ് ബിറ്റ് റേറ്റ് ഒന്ന് കുറച്ച് നോക്കുക, എന്നിട്ട് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നമ്മൾ അത് എങ്ങനെയുണ്ട്, വീഡിയോ എന്നിൽ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നോക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇതൊക്കെയാണ്. പിന്നെ ഓഡിയോ മൾട്ടിപ്ലക്സർ, ഇതിലൊക്കെ ഓപ്ഷൻസൊക്കെ നമുക്ക് മാറ്റാം, ക്യാപ്ഷൻ മാറ്റാൻ പറ്റും. ഇനി വേറൊരു കാര്യം, ഈ എക്സ്പോർട്ട് സെറ്റിങ്സിൽ പോയിട്ട് നമ്മൾ ഇവിടെ പ്രീസെറ്റ് കണ്ടോ, കസ്റ്റം എന്നുള്ളതാണ് ഉള്ളത്. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ നമുക്ക് താഴോട്ട് വന്നിട്ട്, ഇപ്പം ഞാൻ നേരത്തെ അവിടെ പോയിട്ട് ഇത് മാറ്റിയപ്പോൾ, ബിറ്റ് റേറ്റ് മാറ്റിയപ്പോഴാണ് ഇവിടെ ഹൈ ബിറ്റ് റേറ്റുള്ള കസ്റ്റമായി മാറിയത്. ഇവിടെ നമുക്ക് മാച്ച് സോഴ്സ് ഹൈ ബിറ്റ് റേറ്റിന് കൊടുക്കാം. ഇനി നിങ്ങൾ യൂട്യൂബിന് വേണ്ടിയിട്ടാണ് വീഡിയോ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നേരെ താഴോട്ട് പോവുക. ഇവിടെ വീഡിയോയിൽ 720p ഉണ്ട്, 480 ഉണ്ട്, ഓക്കെ, 1080p ഉണ്ട്, 720 ഇതാ. പിന്നെ ഇനി 4K ആണെങ്കിൽ 4Kൻ്റെ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ 1080pയിൽ ഉണ്ടാക്കിയ വീഡിയോ എപ്പോഴും 1080pയിൽ അല്ലെങ്കിൽ അതിന് താഴെ 720-ലൊക്കെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നന്നാവുക. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ ആ ക്ലാരിറ്റി അങ്ങോട്ട് പോകും. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇവിടെ നോർമലായിട്ട് ഹൈ ക്വാളിറ്റി 1080p ഇങ്ങനത്തെ 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇതും കാണാൻ പറ്റും. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നോർമലായിട്ട് നമുക്ക് ഡിഫോൾട്ടായിട്ട് ഉണ്ടാവുക മാച്ച് സോഴ്സ് ഹൈ ബിറ്റ് റേറ്റ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും. ഇവിടെ പോയിട്ട് നമ്മൾ എക്സ്പോർട്ട് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഇവിടെ വന്നിട്ട് എക്സ്പോർട്ട് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ റെൻഡറായി, നമ്മൾ റെൻഡറിങ് ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് പോലെ ഇരിക്കും ഈ എൻകോഡിങ്ങിൻ്റെ ആ സ്പീഡൊക്കെ. നല്ല ഹൈ പവർഫുൾ ഗ്രാഫിക്സ് ഒക്കെ ഉള്ള കമ്പ്യൂട്ടറാണെങ്കിൽ പെട്ടെന്ന് എൻകോഡിങ്. നമ്മളുടെ നോർമൽ കമ്പ്യൂട്ടറാണെങ്കിൽ നമ്മളെ വീഡിയോയുടെ ലെങ്ത്തും അതിൻ്റെ ക്ലാരിറ്റി, 1080pയിലാണെങ്കിൽ അതിൻ്റെ ക്ലാരിറ്റി, ഇതൊക്കെ ഡിപ്പെൻഡൻ്റ് ആണ് ഈ എൻകോഡിങ്ങിൻ്റെ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 2 മിനിറ്റ് നമുക്കൊന്ന് കാത്ത് നിൽക്കുക, അതൊന്ന് കഴിയുന്നവരെ.
ഓക്കെ, കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ വിൻഡോ ക്ലോസ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് നമ്മളുടെ കാർസ് ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ വീഡിയോ ടുഡേ ആറ്റ്. അപ്പോൾ നമുക്ക് ഇത് നോർമൽ വീഡിയോ ആയിട്ട് നമുക്ക് പ്ലേ ചെയ്യാം. അപ്പോൾ നമ്മളെ എഫക്റ്റും നമ്മളെ മ്യൂസിക്സും എല്ലാം വളരെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ വീഡിയോ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഒരു കാര്യം നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, നമ്മളൊരു ടൂള് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടില്ല, അത് ഞാൻ പറഞ്ഞു തരുന്നു. ഞാൻ പറഞ്ഞു ഇതാണ് ഈ പെൻ ടൂൾ. അപ്പം പെൻ ടൂൾ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കിയ വീഡിയോ നിങ്ങളൊന്ന് എക്സ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ട് നിങ്ങളെ വീഡിയോ, എങ്ങനെ ഉണ്ടെന്നൊന്ന് പ്ലേ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം അത് രസം. നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പ്രിവ്യൂ അല്ല ഇവിടെ കാണുന്നുള്ളൂ. ഫുൾ സ്ക്രീനിലൊക്കെ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ ശരിക്കുള്ള ഭംഗി അറിയാം. അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോ വരെ തിരിച്ചു വരുന്നവരെ ടേക്ക് കെയർ.